ലേറ്റസ്റ്റ് ലേണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ രാഷ്ട്രപതിമാർ എന്ന ടോപ്പിക്കിലെ 3 ഭാഗങ്ങൾ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി 4ാമത്തെ ഭാഗമാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇന്ത്യയുടെ 4ാമത്തെ രാഷ്ട്രപതി വി ഗിരിയാണ്. അദ്ദേഹത്തിൻ്റെ ജനന കാലഘട്ടം 1894 ഓഗസ്റ്റ് 10 അദ്ദേഹം ജനിച്ചത്. മരണപ്പെട്ടത് 1980 ജൂൺ 24 അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1894 ഓഗസ്റ്റ് 10 മുതൽ 1980 ജൂൺ 24 വരെയായിരുന്നു. ഇനി ഇന്ത്യയുടെ രാഷ്ട്രപതിയായ 4ാമത്തെ വ്യക്തിയാണ് വി ഗിരി. ആക്ടിംഗ് പ്രസിഡൻ്റായ ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതിയായ വ്യക്തിയാണ്, ഏക വ്യക്തിയാണ്, ആദ്യ വ്യക്തിയാണ് വി ഗിരി. അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1969 ഓഗസ്റ്റ് 24 അദ്ദേഹം ഭരണത്തിൽ വന്നത്. അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം അവസാനിച്ചത് 1974 ഓഗസ്റ്റ് 24 കൃത്യം 5 വർഷമാണ് അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം ഉണ്ടായിരുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രപതിയായ 4ാമത്തെ വ്യക്തിയാണ്. ആക്ടിംഗ് പ്രസിഡൻ്റായ ശേഷം ഇന്ത്യയുടെ പ്രസിഡൻ്റായ ആദ്യ വ്യക്തിയാണ്. ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1969 ഓഗസ്റ്റ് 24 മുതൽ 1974 ഓഗസ്റ്റ് 24 വരെ ആയിരുന്നു. അദ്ദേഹം ആക്ടിംഗ് പ്രസിഡൻ്റ് ആയിരുന്ന കാലഘട്ടം 1969 മെയ് 3 മുതൽ 1969 ജൂലൈ 20 വരെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത കേരള ഗവർണർ ആയതിനു ശേഷം രാഷ്ട്രപതിയായ ഏക വ്യക്തിയാണ് എന്നത് കൂടിയാണ്. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ച രാഷ്ട്രപതിയായിരുന്നു അദ്ദേഹം. സെക്കൻഡ് പ്രിഫറൻഷ്യൽ വോട്ട് എണ്ണി വിജയിച്ച ഏക രാഷ്ട്രപതിയായിരുന്നു വി ഗിരി. ചന്ദ്രനിലെ ലോഹഫലകത്തിൽ ഇന്ത്യക്ക് വേണ്ടി സന്ദേശം നൽകിയ രാഷ്ട്രപതിയാണ് എന്നതുകൂടി പറയുന്നുണ്ട്. PSCയുടെ ഉത്തരസൂചിക പ്രകാരം ചന്ദ്രനിലെ ലോഹഫലകത്തിൽ ഇന്ത്യക്ക് വേണ്ടി സന്ദേശം നൽകിയ രാഷ്ട്രപതി വി ഗിരിയാണ്. പക്ഷേ നാസ പ്രകാരം അത് ഇന്ദിരാഗാന്ധിയാണ് എന്നുകൂടി പറയുന്നു. ഇതൊരു കൺഫ്യൂസിങ് ഫാക്റ്റാണ്, ഓർത്തിരിക്കുക. PSCയുടെ ഉത്തരസൂചിക പ്രകാരം ചന്ദ്രനിലെ ലോഹഫലകത്തിൽ ഇന്ത്യക്ക് വേണ്ടി സന്ദേശം നൽകിയ രാഷ്ട്രപതി വി ഗിരിയാണ്. അതേസമയം നാസയുടെ ഔദ്യോഗിക രേഖകളിൽ അത് ഇന്ദിരാഗാന്ധിയാണ് എന്നതുകൂടി ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഏറ്റവും കുറച്ചു കാലം ഉപരാഷ്ട്രപതിയായിരുന്ന വ്യക്തിയാണ് വി ഗിരി. അതുപോലെ രാജിവെച്ച ആദ്യ ഉപരാഷ്ട്രപതിയും വി ഗിരി തന്നെയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളെക്കുറിച്ചാണ് പറയുന്നത്. ലേബർ പ്രോബ്ലംസ് ഇൻ ഇന്ത്യൻ ഇൻഡസ്ട്രി 1972 രചിച്ച ലേബർ പ്രോബ്ലംസ് ഇൻ ഇന്ത്യൻ ഇൻഡസ്ട്രി, അതാണ് ഒരു പ്രധാന കൃതി. മൈ ലൈഫ് ആൻഡ് ടൈംസ് 1976 എഴുതപ്പെട്ടത്. പേര് പോലെ തന്നെ അതൊരു ആത്മകഥയാണ്. സൗണ്ട് ഓഫ് സോൾ എന്നതാണ് മറ്റൊരു കൃതി. അപ്പോൾ പ്രധാന കൃതികൾ ഇവയൊക്കെയാണ്. രാഷ്ട്രപതിയായ 4ാമത്തെ വ്യക്തിയാണ്. ആക്ടിംഗ് പ്രസിഡൻ്റ് ആയ ശേഷം പ്രസിഡൻ്റായ ആദ്യ വ്യക്തിയാണ്. കേരള ഗവർണർ ആയതിനു ശേഷം രാഷ്ട്രപതിയായ ഏക വ്യക്തിയാണ്. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ച രാഷ്ട്രപതി കൂടിയാണ്. ചന്ദ്രനിലെ ലോഹഫലകത്തിൽ ഇന്ത്യക്ക് വേണ്ടി സന്ദേശം നൽകിയ രാഷ്ട്രപതിയാണ് എന്നുകൂടി പറയപ്പെടുന്നുണ്ട്. ഏറ്റവും കുറച്ചു കാലം മാത്രം ഉപരാഷ്ട്രപതിയായിരുന്ന വ്യക്തിയാണ്. അതുപോലെ ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ച ആദ്യ വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഇന്ത്യയുടെ 4ാമത്തെ രാഷ്ട്രപതിയായ വി ഗിരിയെക്കുറിച്ചുള്ള അറിവുകളാണ് പറഞ്ഞത്. വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തീർച്ചയായും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഉപകാരപ്പെടും, അതുകൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം.